ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് എന്താണെന്ന് അറിയോ? ഇത് 2 സെറ്റ് വിത്തുകളാണ്. നമ്മുടെ ഫ്ലവേഴ്സ് പ്ലാന്റിൻ്റെ വിത്തുകളാണ്. സാധാരണ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാനൊന്ന് മാറ്റി പിടിച്ച് മീഷോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് രണ്ടും ഒരേ ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. രണ്ടും ഒരേ കമ്പനിയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. തുറന്ന് നോക്കുമ്പോൾ അറിയാം രണ്ടും ഒരേ സെറ്റ് വിത്തുകളാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെറുതെ പൈസ പോയി. നോക്കാം നമുക്ക്. അകത്തിങ്ങനെ സെപ്പറേറ്റ് പാക്കിംഗ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇനി അറിയാവും. നോക്കാം. അങ്ങനെ ഞാൻ 2 പാക്കറ്റും പൊട്ടിച്ച് നോക്കി, സെയിം ആയിട്ടുള്ളത്. അപ്പം ഒരുപാട് പ്ലാന്റ് വ്യത്യാസം വേറെ വേറെയാണ്. എന്നാൽ ഒരേപോലെയുള്ള പ്ലാന്റ്സുകളും എൻ്റെ വിത്തുകളും ഉണ്ട്. 2 പാക്കറ്റ് വീതം ആയി ഇപ്പം. എന്നാലും കുഴപ്പമില്ല. എനിക്കിങ്ങനെ വിത്തിട്ട് പൊടിപ്പിച്ച് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു സീഡ് ഞാൻ നട്ട് അതിൽ മുള വരുന്നുണ്ടോ നോക്കി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു വിത്ത് നട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കതിൽ കുഴപ്പമില്ല. പിന്നെ ചെറിയൊരു അളവേ ഉള്ളൂ, ക്വാണ്ടിറ്റി ഒരു ചില വിത്തൊക്കെ 3-4 ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. വലിയ പ്രൈസൊന്നും ആയില്ല. ഒരു സെറ്റ് 20 ഒരു സെറ്റ് 70 രൂപ ഉണ്ടായത്. അപ്പം കുഴപ്പമില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇത് മതി. ഇതിൽ എന്തെങ്കിലുമൊക്കെ കിളിച്ച് കിട്ടുമല്ലോ. ഇതിന് മുമ്പ് നട്ടതെല്ലാം കിളിച്ചു. ഒരുപാട് ഞാൻ റീപോർട്ടും ചെയ്തു. അതെല്ലാം അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അതിലൊക്കെ ഫ്ലവർ ആകുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യാം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച വിത്തുകളൊന്നും പറഞ്ഞ് ചെയ്യാം. ഓക്കെ. അപ്പം ഇത് നട്ടതിന് ശേഷം പിന്നെ ഏതൊക്കെ വിത്ത് മുളച്ചു എന്ന് നോക്കാം. ഞാൻ കോമൺ ആയിട്ട് എല്ലാ വിത്തുകളും അങ്ങ് നടയേ ഉള്ളൂ. അതിൻ്റെ പേര് എഴുതി ഒന്നേ ചെയ്യില്ല. അത് വളരട്ടെ. വളർന്ന് വരുമ്പം അതിനെ കുറച്ച് വളർന്ന് കഴിയുമ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്ത് പോകും. എന്നിട്ട് എന്ന് ഫ്ലവർ ചെയ്യുമോ അപ്പം അത് ഏത് ഫ്ലവറാണെന്ന് നോക്കും എന്നല്ലാതെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചില പ്ലാന്റ് നമുക്ക് അറിയാൻ പറ്റും, സൺഫ്ലവർ അങ്ങനെയുള്ളത്. ചിലതൊന്നും അറിയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.